കേരള സർവകലാശാല അധികാരപ്പോരിൽ നിന്ന് നിർണായകം സസ്പെൻഷനും ചുമതല മാറ്റവും ചോദ്യം ചെയ്തുള്ള രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി വാദം കേൾക്കും. ശ്യാം ദേവരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാം, വാദത്തിനിടെ ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് സർവകലാശാലയും വൈസ് ചാൻസലറും ഒക്കെ ഇന്ന് വ്യക്തത വരുത്തിയേക്കുമല്ലേ? എന്തായിരിക്കും ഇന്ന് കോടതിയിൽ നടക്കാൻ പോകുന്നത്? പ്രധാനമായും വൈസ് ചാൻസലറോട് ചോദിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ. അതിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ വൈസ് ചാൻസലർക്കാണ് അധികാരം എന്നായിരുന്നു വൈസ് ചാൻസലറുടെ അഭിഭാഷകയുടെ വാദം. ഇക്കാര്യത്തിൽ ഡോക്ടർ മോഹൻ കുന്നുമലിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷക ഇന്ന് വ്യക്തത വരുത്തും. ഇതിൽ ഏത് നിയമം അനുസരിച്ചാണ് വൈസ് ചാൻസലർക്ക് അങ്ങനെ ഒരു അധികാരം ലഭിക്കുന്നതെന്നായിരുന്നു ഹൈക്കോടതി ഉയർത്തിയ ചോദ്യം. ആ ചോദ്യത്തിലാണ് വൈസ് ചാൻസലറുടെ അഭിഭാഷക മറുപടി നൽകുന്നത്. മാത്രമല്ല, രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ എന്താണ് തെറ്റ് എന്ന് സിംഗിൾ ബെഞ്ച് ഇന്നലെ ചോദിച്ചിരുന്നു. അതിൽ എന്തുകൊണ്ട് അതൊരു തെറ്റായ തീരുമാനമാണ് എന്ന കാര്യത്തിലും അഭിഭാഷക ഇന്ന് മറുപടി നൽകും. ഇക്കാര്യത്തിൽ ഇന്നലെ ഹർജി പരിഗണിക്കവേ ഡോക്ടർ KS അനിൽകുമാർ തന്നെ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടിയും ചുമതല തിരിച്ചേൽപ്പിക്കാത്ത നടപടിയും ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതിലാണ് ഹൈക്കോടതി ഇന്നലെ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. മാത്രമല്ല, മറ്റൊരു വിഷയം, ജോയിന്റ് രജിസ്ട്രാർ മിനി കാപ്പന്റെ ഇമെയിലിൽ നിന്നാണ് ഹൈക്കോടതിയിലെ സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിന് ഒരു സത്യവാങ്മൂലം ലഭിച്ചിരുന്നത്. ആ സത്യവാങ്മൂലം അല്ല സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹാജരാക്കേണ്ടതും. കാരണം രജിസ്ട്രാറുടെ ഇമെയിലിൽ നിന്നും ലഭിക്കുന്ന സന്ദേശമാണ് ഹാജരാക്കേണ്ടത്. അക്കാര്യം ഇന്നലെ വൈസ് ചാൻസലറുടെ അഭിഭാഷക കോടതിയിൽ പറഞ്ഞത് രജിസ്ട്രാർ ഇൻചാർജിന്റെ ചുമതലയുള്ള മിനി കാപ്പന്റെ ഇമെയിലിൽ നിന്ന് ലഭിച്ച ഈ അഫിഡവിറ്റ് സത്യവാങ്മൂലം കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്ന സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹാജരാക്കിയില്ല എന്ന കുറ്റപ്പെടുത്തൽ പറഞ്ഞിരുന്നു. പക്ഷേ അക്കാര്യം അങ്ങനെ കുറ്റപ്പെടുത്തരുത് എന്ന താക്കീതാണ് തിരിച്ച് വൈസ് ചാൻസലറുടെ അഭിഭാഷകയ്ക്ക് നൽകുകയും ചെയ്തത്. സിൻഡിക്കേറ്റ് യോഗം VC പിരിച്ചുവിട്ടു എന്നതിന്റെ രേഖകൾ സർവകലാശാലയും ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കും.